നമസ്കാരം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താരത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അത്യപൂർവമായ കാഴ്ച എല്ലാ ചാനലുകളിലും ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്ത് അപൂർവമായി മാത്രം ശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അനിഷേധ്യ നേതാവ്, തുടർച്ചയായി 10 വർഷം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തെ ശ്രീ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറെ കൂടി നിലവാരവും ക്വാളിറ്റിയും ഒക്കെ പ്രതീക്ഷിച്ചുപോയി. പക്ഷേ വെറും സില്ലിയായ അല്ലെങ്കിൽ കേരളത്തിലെ പൗരന്മാർ കേൾക്കാൻ ആവശ്യമില്ലാത്ത കുറെ കൊച്ചു കൊച്ചു വർത്തമാനം പറച്ചിലായി ഈ സംഭാഷണം ചുരുങ്ങിപ്പോയി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഉദാഹരണം, പന്ത് കളി ഇഷ്ടമാണോ? വിശ്രമവേളകളിൽ എവിടെ ഇരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം? ഒരു അംഗൻവാടി സ്റ്റുഡന്റിനോട് ടീച്ചർ ചുമ്മാ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, അതുപോലെ തോന്നിയുള്ളൂ. ആക്ച്വലി എല്ലാ ചാനലുകളിലും റിലീസ് ചെയ്യപ്പെട്ട ഇന്റർവ്യൂവിൽ കേരളത്തിലെ സമകാലീന സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. കേരള സ്റ്റോറി പാർട്ട് 2നെ കുറിച്ചോ കേരളത്തിലെ അതിദാരിദ്ര്യം മാറ്റിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ചോ പോലും, എന്തിനേറെ 10 വർഷത്തെ ഭരണകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങളെ കുറിച്ച് പോലും ഒരിടത്തും പരാമർശിക്കുകയുണ്ടായില്ല. ചോദ്യങ്ങൾ ഉണ്ടായാലല്ലേ അതിന് ഉത്തരം നൽകാൻ പറ്റൂ. ചിലപ്പോൾ ശ്രീ പിണറായി വിജയന്റെ PR ഓഫീസ് എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമായിരിക്കും ശ്രീ മോഹൻലാലിന്റെ ദൗത്യം. ഉദ്ഘോഷിക്കപ്പെട്ട ഈ കൊച്ചു വർത്തമാന ചോദ്യോത്തര പരിപാടിയിൽ റിലവന്റായ ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. വളരെ പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കും വല്ലാത്ത നിരാശയും നീരസവും തോന്നി. ഇന്റർവ്യൂവിൽ പരാമർശിച്ച അമ്മയുടെ അന്ത്യസമയങ്ങൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്ന ആ ഏതാനും സെക്കൻഡുകളും അടിയന്തരാവസ്ഥ കാലത്ത് ശാരീരിക മർദ്ദന മുറകൾ പ്രതിപാദിക്കുന്ന ഏതാനും സെക്കൻഡുകളും മാത്രമാണ് ഈ പരിപാടിയിൽ ക്വാളിറ്റിയുള്ള പോർഷൻസ് ആയിട്ട് തോന്നിയത്. ബാക്കി എല്ലാ ഭാഗവും തന്നെ വളരെ നിലവാരമില്ലാത്തതായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ ആര് ചോദ്യം ചോദിക്കുന്നു എന്നല്ല, എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇന്റർവ്യൂവിന്റെ ഗുണനിലവാരം മെഷർ ചെയ്യപ്പെടുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ മറുപടി അല്ലെങ്കിൽ പറയേണ്ടത് പറയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഈ ഇന്റർവ്യൂ എങ്കിൽ, പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും പറയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ നേരത്തെ എഴുതി ചോദ്യകർത്താവിനെ ഏൽപ്പിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ PR ടീം ലോക പൊട്ടന്മാരാണെന്ന് ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിഫറന്റ് ആയിട്ടുള്ള ലുക്കിലും വ്യക്തിത്വത്തിലും ലാലേട്ടനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ ഇന്റർവ്യൂവിന്റെ പ്ലസ് പോയിന്റ്.